ഹലോ ഗൈസ്, ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. സോ നമ്മൾ ചാനലിൽ വീഡിയോ ഇട്ടിട്ട് ഏതാണ്ട് 3-4 മാസത്തിനടുത്തായി. വെക്കേഷന് പോയി വന്നതിന് ശേഷം ചാനൽ ഒട്ടും ആക്റ്റീവ് അല്ലായിരുന്നു. സോ ഇപ്പോൾ ഇങ്ങനെ ചാനലൊന്ന് ആക്റ്റീവാക്കി കൊണ്ടുവരണം എന്നുള്ളൊരു മൈൻഡ് സെറ്റിലാണ് ഞാൻ ഈ വീഡിയോ ഇട്ട് സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിക്കുന്നത്. ആൻഡ് കുറേ കാലം ഈ ക്യാമറേനെ മുന്നിൽ സംസാരിക്കാത്തതിനോട് അതിൻ്റെതായ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അതൊക്കെ നമുക്ക് ഗ്രാജുവലി റെഡിയാക്കി കൊണ്ടുവരാൻ പറ്റുന്ന കാര്യമില്ലല്ലോ. സോ ഇപ്പോൾ നിങ്ങൾ എൻ്റെ ചാനലിൽ പുതിയൊരാളാണെങ്കിൽ ഐ എം ആര്യ, എ 4th year MBBS student at Cairo University, Egypt. 4th year സ്റ്റാർട്ടായിട്ട് അറൗണ്ട് 2 months ആവുന്നേ ഉള്ളൂ. ഫസ്റ്റ് ഇൻറ്റേർണൽ മെഡിസിൻ കഴിഞ്ഞ് ഇപ്പം നമുക്ക് പീഡിയാട്രിക്സ് ആണ് നടക്കുന്നത്. ലെക്ചറുണ്ട്, ക്ലിനിക്കൽസ് എല്ലാം ഒരേ ടൈമിൽ കൂടി തന്നെയാണ് പോകുന്നത്. സോ ഇന്ന് വേഗം പീഡിയാട്രിക്സിൻ്റെ യൂണിവേഴ്സിറ്റി ബുക്ക് മേടിച്ചിട്ട് ക്ലാസ് അറ്റൻഡ് ചെയ്യാമെന്ന് വിചാരിച്ചാലും പോയത്. സോ യൂണിവേഴ്സിറ്റി വിൻ്ററിനെ വെൽക്കം ചെയ്യുന്നതിനോട് കുറച്ച് ഗ്രൂമിങ് പരിപാടീസൊക്കെ ഉണ്ടായിരുന്നു. ഇത് ഡോക്ടർ രച്ചകേഷ്, ഒരു PG സ്റ്റുഡൻ്റ് ആണ് ഓർത്തോ ഡിപ്പാർട്ട്മെൻറ്റിൽ. സോ നമ്മളായിട്ട് ഇങ്ങനെ കുറച്ച് റാൻഡം കോൺവെർസേഷൻസ് ഉണ്ടാവുമായിരുന്നു. PG വരുമ്പോൾ ഫിസിയോ, അനാറ്റമി, ബയോകെമിസ്ട്രി കുറച്ച് പാർട്ട് നമുക്ക് പഠിക്കാനുണ്ടാവും. PG സ്റ്റുഡൻസിന് പഠിക്കാനുണ്ടാവും ആസ് എ പാർട്ട് ഓഫ് ദെയർ PG ആൻഡ് ഓൾ. അതിൻ്റെ എക്സാംസ് അറ്റൻഡ് ചെയ്യാനായിരുന്നു പുള്ളിക്കാരൻ വന്നിരുന്നത്. ഞാൻ എപ്പോഴും ചെയ്യുന്ന ഒരു കാര്യമാണ്, ഏതെങ്കിലും ഒരു PG സ്റ്റുഡൻറ്റിനെ കണ്ടാൽ അവരെ UG ലൈഫായിട്ട് ഒരു കമ്പാരിസൺ നടത്തും, ഞങ്ങളത് എങ്ങനെയാണെന്ന്. ഞാൻ നമ്മൾ ബുക്സൊക്കെ ഒന്ന് കാണിച്ചു കൊടുക്കും. അവരെപ്പോഴും പറയുന്നൊരു കാര്യമാണ് ഞങ്ങളുടെ ബുക്ക് ഭയങ്കര അടിപൊളിയാണെന്ന്, അതായത് കൈറോ യൂണിവേഴ്സിറ്റിൻ്റെ ബുക്സ് അടിപൊളിയാണെന്ന്. ഇനി നമുക്ക് 12:30 ക്ലിനിക്കൽസ് ഉണ്ട് ഹോസ്പിറ്റലിൽ. സോ നമ്മൾ അങ്ങോട്ടേക്ക് പോവാണ്. ഒരു 12 ഒക്കെ ആകുമ്പോഴേക്ക് ഞങ്ങൾക്ക് ലെക്ചർ കഴിയെങ്കിലും ഈ ക്ലിനിക്കൽസ് നമുക്ക് അടുത്തുള്ളൊരു വേറെ ഹോസ്പിറ്റൽ വെച്ചാണ് നടക്കുന്നത്. അതായത് കൈറോ യൂണിവേഴ്സിറ്റീൻ്റെ തന്നെ പീഡിയാട്രിക്സ് ഡിപ്പാർട്ട്മെൻ്റ് ഒക്കെ വരുന്ന ഒരു ഹോസ്പിറ്റലിൻ്റെ പേര് അബുറിഷ് ഹോസ്പിറ്റൽ എന്നാണ്. ആൻഡ് വേറൊരു ഇമ്പോർട്ടൻ്റ് കാര്യം എന്താ വെച്ചാൽ, നാട്ടിലത്തെ എല്ലാവരും എടുക്കുന്ന പോലെ എനിക്ക് ഈ ഹോസ്പിറ്റലിനുള്ളിൽ വീഡിയോസ് എടുക്കുന്നതിന് ഒരുപാട് റെസ്ട്രിക്ഷൻസ് ഉണ്ട്. നമ്മളൊരു ഫോറിൻ സ്റ്റുഡൻ്റ് ആണ്, നമ്മൾ വീഡിയോ എടുക്കുമ്പോൾ അവരെങ്ങനെ റിയാക്ട് ചെയ്യുന്നു ഒന്നും നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. സോ ആ ഒരു ഫിയർ എനിക്കില്ല, എന്നോട് ഞാൻ എല്ലാ ക്ലിപ്സും അങ്ങനെ ഇൻക്ലൂഡ് ചെയ്യാറില്ല. ക്ലിനിക്കൽസ് കഴിഞ്ഞിട്ട് കുറച്ച് ഈജിപ്ഷ്യൻ ഫുഡും ഒരു ജ്യൂസൊക്കെ കുടിച്ചതിന് ശേഷം നേരെ യൂണിവേഴ്സിറ്റിക്ക് ഡ്രസ്സ് ചേഞ്ച് ചെയ്ത് പോവാണ് ഉണ്ടായിരുന്നത്. ഒരു വോളിബോൾ സെലക്ഷൻ ഉണ്ടായിരുന്നു. സോ അതിൻ്റെ കാര്യങ്ങൾക്കാണ്. സോ ഇപ്പോൾ ഏതാണ്ട് ആ ടൂർണമെൻറ്റ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് 2-3 ദിവസം ഞാൻ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന ടൈമിൽ ആ ടൂർണമെൻറ്റ് കാര്യങ്ങളൊക്കെ വഴി ഇങ്ങനെ വീഡിയോസ് അപ്ലോഡ് ചെയ്യാൻ വിചാരിക്കുന്നുണ്ട്. ഞാൻ ഷൂട്ട് ചെയ്ത് വെച്ചിട്ടുമുണ്ട്. ഈ ക്ലിപ്പ് ഇവിടെ ആഡ് ചെയ്യാനൊരു വേറെ കാരണമുണ്ട്. എന്താ വെച്ചാൽ ഞാനിവിടെ വന്ന ടൈമിൽ ഞാൻ വിചാരിക്കായിരുന്നു, ഈ ടോപ്പ് ഫ്ലോറിൽ നടക്കുന്ന ബിൽഡിങ്ങിലേക്ക് എങ്ങനെയാണ് ഇവർ ഫർണിച്ചേഴ്സ് കാര്യങ്ങൾ കൊണ്ടുവരുന്നത്. കാരണം ലിഫ്റ്റൊക്കെ ഭയങ്കര ചെറുതാണ്. നോക്കുമ്പോൾ ഈ ഒരു മെഷീൻ വെച്ചിട്ടാണ് കേട്ടോ അവരിതൊക്കെ മേലോട്ട് കയറ്റിയ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നത്. അത് ഫസ്റ്റ് ടൈം കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര എന്താ പറയുക, ഒരു വിശ്വസിക്കാൻ പറ്റാത്തൊരു കാര്യം എന്നൊക്കെ പറയില്ല, ആ ഒരവസ്ഥയായിരുന്നു. ഗൈസ്, യൂണിവേഴ്സിറ്റിൻ്റെ ഈ ഒരു ഫ്രെയിം നിങ്ങൾ ശരിക്കും നോട്ട് ചെയ്ത് വെച്ചോ. ഇത് എന്താ പറയുക, ഒരു സൺസെറ്റിൻ്റെ ടൈമിൽ ഭയങ്കര ഭംഗിയാണ്. എനിക്ക് നേരിട്ട് കണ്ടൊരു കോളേജിനും ഇത്ര ഭംഗി ഫീൽ ചെയ്തിട്ടില്ല. സോ ഗൈസ്, ഇനി അങ്ങോട്ട് ഭയങ്കര കൺസിസ്റ്റൻ്റ് ആവണം എന്നൊക്കെയാണ് എൻ്റെ പ്ലാന്. കുറച്ച് യൂട്യൂബിൽ ആക്റ്റീവ് ആവണം എന്നൊക്കെ. സോ നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ അതെൻ്റെ കമൻറ്റ് ബോക്സിലോ അല്ലെങ്കിൽ പേഴ്സണൽ DM വരാവുന്നതാണ്. സോ വീഡിയോ ഇഷ്ടപ്പെട്ട എന്തായാലും ലൈക്ക് ചെയ്യുക. സീ യു സൂൺ.